നെക്സ്റ്റ് ഈസ് ക്രീപ്പ്. വാട്ട് ഈസ് ക്രീപ്പ്? സിമ്പിൾ നമുക്ക് ക്രീപ്പ് മനസ്സിലാക്കണമെങ്കിൽ ബെസ്റ്റ് പാർട്ട് നമ്മൾ അമ്മ തുണിയിടാൻ വേണ്ടി കെട്ടിയിരിക്കുന്ന കയറുകൊണ്ട് കെട്ടിയിരിക്കുന്ന ആഴ നോക്കിയാൽ മതി. രാവിലെ തുണിയൊന്നും ഇല്ലാത്തപ്പോഴത്തേക്കും കയറ് വലിഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ ചെറിയൊരു സ്ലാഗ് വിച്ച് വി കോൾ ആസ് സാഗിങ്, ഇങ്ങനെ ഇരിക്കുന്നതിന് നമ്മൾ സാഗിങ് എന്നാണ് പറയുന്നത്. ചെറിയൊരു സാഗ് കാണും. അത് കഴിഞ്ഞ് നനഞ്ഞ തുണിയൊക്കെ കൊണ്ട് ഈ അഴയിൽ വിരിച്ചിട്ട് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതെടുക്കും. അപ്പം നമ്മൾ നോക്കുക രാവിലെ നിന്ന മാതിരിയാണോ ആ കയറ് നിൽക്കുന്നത്, അതല്ല കുറച്ച് സാഗ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളൊന്നും അതിലിടുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം ഏതാണ്ട് നമ്മൾ ഏറ്റവും ആദ്യം കണ്ട എങ്ങനെയാണോ അങ്ങനെയായിരിക്കും കയറിയിരിക്കുന്നത്. അപ്പോൾ അത് പതിയെ സാഗ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ട് തിരിച്ചു വന്നു. ശരിക്കും ഇതാണ് ക്രീപ്പ്. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ലോ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അണ്ടർ കോൺസ്റ്റൻറ്റ് ഓർ പ്രൊലോങ്ഡ് ലോഡിങ്. നമ്മൾ കുറേ സമയം ഇതിനെ ലോഡ് ചെയ്ത് വെക്കുമ്പം ചെറിയതായിട്ട് ഇതിനൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. മേ ബി ഇനിഷ്യലി ദ കണ്ടീഷൻ ഓഫ് ദ റോഡ്, നമുക്കൊരു റോഡ് എടുക്കാം. ആ റോഡിൻ്റെ കണ്ടീഷൻ ഇനിഷ്യലി ഇങ്ങനെയാണ്. നമ്മളിതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് പെർമനൻ്റ്ലി നമ്മളിതിലൊരു ചെറിയ വെയിറ്റ് കെട്ടിത്തൂക്കിയിട്ടേക്കുവാണ്. നമ്മളിവിടെ ഒരു വെയിറ്റ് കെട്ടിത്തൂക്കിയിടുകയാണ്. ആദ്യത്തെ ദിവസം നോക്കുമ്പോൾ നമ്മൾ ഈ ലെങ്ത് മെഷർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. 2 ദിവസം കഴിയുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഒബ്സർവബിൾ ഇത് കാണില്ല. ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പതിയെ ഇതിനൊരു ചെറിയ ഡിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. കണ്ണുകൊണ്ട് നോക്കിയാൽ ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല, എന്നാലും നമുക്ക് ചെറിയൊരു ഡിഫ്ലക്ഷൻ കാണും. ഇനി ഒരു 6 മാസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഈ ഡിഫ്ലക്ഷൻ റേറ്റ് കൂടും. ഇതിങ്ങനെ പതിയെ സാഗ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ വെയിറ്റ് കൂട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ ഈ മെറ്റലിന് ഇത് 10 കിലോയേക്കാൾ കൂടുതൽ, ചിലപ്പോൾ ഒരു 100 കിലോ എടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള റോഡായിരിക്കാം ഇത്. സ്റ്റിൽ ദിസ് ഈസ് കണ്ടിന്യൂസ്ലി അപ്ലൈഡ്. നമ്മളതിനെ എടുത്തു മാറ്റുന്നില്ല. കണ്ടിന്യൂസ്ലി ദാറ്റ് ലോഡ് ഈസ് അപ്ലൈഡ് ഓൺ ടു ദിസ് പെർട്ടിക്കുലർ റോഡ് ഓർ ബാർ. ദെൻ സ്ലോലി ദ മെറ്റീരിയൽ തമ്മിലുള്ള സ്ട്രെങ്ത് അയയാൻ തുടങ്ങും. ഇത് ലൂസാവും. ലൂസ് ആകുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഡയമെൻഷൻസ് വേരിയേഷൻസ് വരും. അപ്പോൾ പതിയെ ഇങ്ങനെ വന്ന് ഒരു ടൈം വരും നമ്മൾ ഈ ലോഡ് എടുത്ത് മാറ്റിയില്ലെങ്കിൽ മേ ബി ഇറ്റ് ഈസ് ആഫ്റ്റർ ആൻ ഇയർ ഓർ സോ ഇത് 2 പാർട്ടായി പോകും. ദാറ്റ് ഈസ് വാട്ട് ക്രീപ്പ് ഈസ്. സോ ക്രീപ്പ് ഈസ് എ സ്ലോ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അണ്ടർ കോൺസ്റ്റൻറ്റ് ഓർ പ്രൊലോങ്ഡ് ലോഡിങ്. ഇത് നിങ്ങൾ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്. ഡൽഹി മെട്രോ ഉണ്ടാക്കിയ സമയത്ത് ഈ ഡൽഹി മെട്രോ ക്രെയിൻ ഫെയിലായത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് പ്യുവർലി ബിക്കോസ് ഓഫ് ക്രീപ്പ്. ഇപ്പം നമ്മളിവിടെ ഒരു ലോഡ് ഹാങ്ങിങ് ഡിവൈസ്, ഒരു ക്രെയിൻ ആണെങ്കിൽ നോർമലി അത് 1.5 ടൈംസ് അതിൻ്റെ കപ്പാസിറ്റി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സപ്പോസ് നിങ്ങളിപ്പോൾ കാണുന്ന ക്രെയിനൊക്കെ ആണെങ്കിൽ ഒരു 100 ടൺസ് ലിഫ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് എങ്കിൽ അത് 150 ടൺസ് ചെക്ക് ചെയ്തിട്ടാണ് എപ്പോഴും വരുന്നത്. അപ്പം 150 ടൺസ് വരെ അത് അങ്ങനെ ഫെയിൽ ആകാനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ എങ്ങനെ 100 ടൺസ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ക്രെയിൻ, അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രെയിൻ ഒരു 25 ടൺസിൽ ഫെയിലായി എന്നതിൻ്റെ ആൻസറാണ് ശരിക്കും ക്രീപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിന്യൂസ്ലി ഇതിനെ ഇങ്ങനെ ഒരു ലോഡ് ഹാങ്ങിങ് ഡിവൈസിൽ വെയിറ്റ് തൂക്കിയിടുമ്പം സ്ലോലി ഇവിടുന്ന് ഇതിന് ഡീഫോർമേഷൻ സംഭവിക്കാൻ തുടങ്ങും. ഇതിൻ്റെ ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്ത് കുറയും, ഇൻ്റർ ആറ്റോമിക് ഡിസ്റ്റൻസ് കൂടും, പതിയെ ഇത് തമ്മിലുള്ള സ്ട്രെങ്ത് കുറഞ്ഞ് ഇത് തമ്മിൽ 2 പാർട്ടാകാൻ തുടങ്ങും. അതിനാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. സോ ക്രീപ്പ് ഈസ് എ സ്ലോ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അണ്ടർ കോൺസ്റ്റൻറ്റ് ഓർ പ്രൊലോങ്ഡ് ലോഡിങ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ഈ ക്രീപ്പിനെ കൂട്ടാം, ക്രീപ്പിൻ്റെ റേറ്റ് പെട്ടെന്ന് എങ്ങനെ ക്രീപ്പ് സംഭവിക്കാം എന്നുള്ളതാണ്. ക്രീപ്പിന് ഏതൊക്കെ ഫാക്ടേഴ്സ് മെയിൻലി അഫക്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഫാക്ടർ ഈസ് ലോഡ്. ഇപ്പം നമ്മൾ കമ്പാരിറ്റീവ്ലി 100 ടൺ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോഡ് ഹാങ്ങിങ് ഡിവൈസിനല്ല ഒരു ക്രെയിനിൽ 1 കിലോ ഇട്ടുള്ളെങ്കിൽ ചിലപ്പോൾ അതൊരു 100 വർഷം കഴിഞ്ഞ് ഫെയിൽ ആവത്തുള്ളായിരിക്കും. അതിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു 80 ടൺസ് ഇട്ടിട്ടുണ്ടെങ്കിൽ, 100 ടണ്ണുള്ളതിൽ ഒരു 80 ടൺസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് 1 മാസം കൊണ്ടേ ഫെയിൽ ആകും, കണ്ടിന്യൂസ്ലി നമ്മൾ ഹാങ് ചെയ്ത് നിർത്തുവാണെങ്കിൽ. സോ ലോഡ് ഈസ് വൺ മേജർ ഫാക്ടർ ദാറ്റ് അഫക്റ്റിംഗ് ദി റേറ്റ് ഓഫ് ക്രീപ്പ്. വെൻ ലോഡ് ഈസ് ഹയർ, ക്രീപ്പ് റേറ്റ് ഈസ് ഹൈ. നെക്സ്റ്റ് ഈസ് ടെമ്പറേച്ചർ. If the temperature affecting that material is higher, creep rate is high. സിമ്പിൾ എക്സാമ്പിൾ, നമ്മളൊരു ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പി എടുത്തു, നമ്മളൊരു കെട്ടുകമ്പി എന്തെങ്കിലും എടുത്തിട്ട് നമുക്കത് മുറിക്കാൻ നമ്മളിൽ ഒന്നുമില്ല, നമ്മൾ എന്താ ചെയ്യുന്നത്, വളയ്ക്കും. കുറേ പ്രാവശ്യം വളച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുക, അത് അവിടെ നിന്ന് വിട്ടുപോരാ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കുറേ പ്രാവശ്യം നമ്മൾ വളയ്ക്കുമ്പോൾ ആ പർട്ടിക്കുലർ ഏരിയയിൽ ചൂട് കൂടും. അല്ലെങ്കിൽ നിങ്ങൾ ആ വളച്ചെടുത്തൊന്ന് കൈ പിടിച്ച് നോക്കുക, നിങ്ങൾ കൈ പൊള്ളും. അപ്പോൾ ചൂട് കൂടി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇൻ്റർ ആറ്റോമിക് ഡിസ്റ്റൻസിൻ്റെ സ്ട്രെങ്ത് കുറയും, ഇൻ്റർ ആറ്റോമിക് ഡിസ്റ്റൻസ് കൂടും.
ഒരു പോയിന്റ് വരുമ്പോൾ അത് പതിയെ ഒരു ചെറിയ ഫ്രാക്ചർ ജനറേറ്റ് ചെയ്യും. സബ്സിക്വൻ്റ്ലി ദാറ്റ് വിൽ ബി ഇൻ 2 പാർട്ട്. സോ ടെമ്പറേച്ചർ ഈസ് അനദർ മേജർ ഫാക്ടർ ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടുവേർഡ്സ് ദ റേറ്റ് ഓഫ് ക്രീപ്പ്. Higher temperature promotes creep or creep rate accelerate with temperature. Next is composition. Composition means alloys and pure metals are there. Pure metals ൻ്റെ creep rate എപ്പോഴും കൂടുതലായിരിക്കും. നമ്മളൊരു അലോയ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അലോയ്സ് ഹാവ് മോർ കപ്പാസിറ്റി ടുവേർഡ്സ് ക്രീപ്പ് ദാൻ എ പ്യുവർ മെറ്റൽ. നമ്മളൊരു പ്യുവർ ഒരു മെറ്റലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ മെറ്റലിൻ്റെ ക്രീപ്പ് റേറ്റ് കൂടുതലായിരിക്കും, അലോയ്സിന് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നെക്സ്റ്റ് ഫാക്ടർ ഗ്രെയിൻ സൈസ്. ചെറിയ ഗ്രെയിൻസ് ആണ് എങ്കിൽ അതിൻ്റെ ക്രീപ്പ് റേറ്റ് കുറവായിരിക്കും, വലിയ ഗ്രെയിൻസ് ആണെങ്കിൽ ക്രീപ്പ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ക്രീപ്പ് എന്താണ്? വാട്ട് ആർ ദി മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ക്രീപ്പ്? ലോഡ്, ടെമ്പറേച്ചർ, കോമ്പോസിഷൻ ആൻഡ് ഗ്രെയിൻ സൈസ് ആർ ദി മേജർ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് ക്രീപ്പ്. ഇനി നമുക്കൊരു ചെറിയ ടെസ്റ്റ് നടത്താം. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഈസ് ക്രീപ്പ് കർവ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട ഇതാണ് ക്രീപ്പ് കർവ്. ഇതിന് മുന്നേ നമുക്ക് ഒരു ഷാഫ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ റോഡ് എടുക്കാം, സ്റ്റീൽ റോഡ് എടുക്കാം. അസ്യൂം ദിസ് ഈസ് എ സ്റ്റീൽ റോഡ്. ഈ സ്റ്റീൽ റോഡിൻ്റെ രണ്ടറ്റത്തു നിന്നും ഞാൻ പുള്ളി ചെയ്യുകയാണ്. കോൺസ്റ്റൻ്റ്ലി കണ്ടിന്യൂസ്ലി ഐ എം പുള്ളിങ് ഫ്രം ദി ബോത്ത് എൻഡ്സ്. വാട്ട് വിൽ ഹാപ്പൻ? നമ്മളിത് കുറേ ഇതിങ്ങനെ വലിച്ചു നീട്ടുമ്പോഴത്തേക്കും കണ്ടിന്യൂസ്ലി വലിച്ചുകൊണ്ടിരുന്നാൽ സ്ലോലി യു നോ ദാറ്റ് ദിസ് ഏരിയ ഗെറ്റ് തിൻഡ്. ദി സെൻറ്റർ ഏരിയയിൽ ഇങ്ങനെ കുറഞ്ഞ് വലിക്കുന്നതിനനുസരിച്ച് നീണ്ടുവരും. സംതിങ് ലൈക്ക് ഈ പുള്ളിങ് എ ബബിൾ ഗം. അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ അപ്ലൈ ചെയ്തിട്ട് യു കണക്ട് എ സ്ട്രെയിൻ ഗേജ്. ഇവിടെ 2 സ്ട്രെയിൻ ഗേജ് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതൊരു ടെമ്പറേച്ചർ കൺട്രോൾഡ് ചേംബറാണ്. നമ്മൾ ആദ്യം ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വെക്കുന്നു, ഒരു കണ്ടിന്യൂസ്ലി നമ്മളിതിനെ പുള്ളി ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ സ്ട്രെയിൻ ഗേജ് വഴി നമ്മൾ മെഷർ ചെയ്യുകയാണ് ഇവിടെ അപ്ലൈഡ് ആവുന്ന സ്ട്രെയിൻ ആൻഡ് റേറ്റ് ഓഫ് സ്ട്രെയിനിങ്. ഇനി നമ്മൾ ഈ ഇവിടുത്തെ സെയിം നമ്മൾ ലെറ്റസ് ടേക്ക് ഇറ്റ് ആസ് സിഗ്മ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ലോഡ് ലെറ്റസ് ടേക്ക് ഇറ്റ് ആസ് സിഗ്മ. ഈ കൊടുക്കുന്ന ഇത് തന്നെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ട് നോക്കുക, എന്നിട്ട് സ്ട്രെയിൻ ഗേജിൽ മെഷർ ചെയ്യുക. ദെൻ യു വിൽ ഫൈൻഡ് ദാറ്റ് ദ റേറ്റ് ഓഫ് ക്രീപ്പ് ഓർ ഇതിങ്ങനെ ഇതിൻ്റെ എലോങ്ങേഷൻ കൂടുന്നത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇത് പെട്ടെന്ന് വേരിയേഷൻ ഉണ്ടാവും. ഇനി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ലോഡ് കൂടുന്നതിനനുസരിച്ചും ഇത് പെട്ടെന്ന് വേരി ആവും. യു പ്ലോട്ട് ദാറ്റ് ഓൺ എ കർവ്. So you can plot this experiment on a curve which is known as creep curve. Creep curve-ൻ്റെ x ആക്സിസിൽ ടൈമും y ആക്സിസിൽ നമ്മൾ സ്ട്രെസ്സുമാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, ഇനി നമുക്കുള്ളത് ക്രീപ്പ് കർവാണ് വിച്ച് ഇസ് ദെയർ ഇൻ ദ സിലബസ്. അപ്പം ഇവിടെ നമ്മൾ y ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്ന സ്ട്രെസ്സും x ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ടൈമുമാണ്. ഇനി നമ്മൾ മെറ്റലിനെ വലിച്ചു. അപ്പോൾ ആ ഇനീഷ്യൽ സ്റ്റേമിൽ വലിച്ചു വരുന്ന ഈ പാർട്ടാണ്. ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ഇലോങ്ങേഷൻ എന്നാണ് പറയുന്നത്. ഇലോങ്ങേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് ഇലോങ്ങേഷൻ. ഈ ഇൻസ്റ്റൻറ്റേനിയസ് ഇലോങ്ങേഷൻ നമ്മൾ വലിക്കുമ്പം ഒരു പർട്ടിക്കുലർ ഇതുവരേക്ക് ഇതിന് ഡയമെൻഷണൽ ചേഞ്ച് ഒന്നും നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇലാസ്റ്റിക് റീജിയണിനെ ക്രോസ് ചെയ്ത് പ്ലാസ്റ്റിക് റീജിയണിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ റേറ്റ് ഓഫ് ക്രീപ്പ് പെട്ടെന്നാവും. അതായത് മെറ്റലിൻ്റെ ഡീഫോമേഷൻസ് പെട്ടെന്നാവും. അപ്പം ഇൻസ്റ്റൻറ്റേനിയസ് ഇലോങ്ങേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രൈമറി സ്റ്റേജ്. സോ ദിസ് പ്രൈമറി സ്റ്റേജ് ഈസ് ഓൾസോ ഇൻ ദ ഇലാസ്റ്റിക് റീജിയൻ. നമ്മളൊരു ഒരു റോഡിനെ പിടിച്ച് പുള്ളി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് സബ്സിക്വൻ്റ്ലി വരുന്നത് എങ്ങനെയാണ്. ആദ്യം ഇങ്ങനെയായിട്ട് വരും, ഇങ്ങനെ ഫോം ആവും. അപ്പം നിങ്ങൾ പറയും ഇവിടെ നെക്കിങ് ആരംഭിച്ചു, അത് ഇലാസ്റ്റിക് റീജിയനെ ക്രോസ് ചെയ്തു നെക്കിങ് ആരംഭിച്ചു. ഇനി ഒരു ടൈം വരും ഇത് 2 പീസായിട്ട് ഇങ്ങനെ തന്നെ ഫോം ആവും, ഇങ്ങനെ ഫോം ചെയ്യുക. അപ്പോൾ നിങ്ങൾ പറയും ഇത് ഇവിടെ ഒരു ഫ്രാക്ചർ ഉണ്ടായി, ഇത് 2 പാർട്ടായി പോയി. സെയിം ഫസ്റ്റ് റീജിയൺ ഈസ് എ പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് റീജിയണിനകത്ത് തന്നെയുള്ളതാണ്. ബട്ട് ഈ റീജിയണിനകത്ത് ഈ മെറ്റലിനകത്തുള്ള സ്ട്രെങ്ത് കൊണ്ട് ദിസ് പർട്ടിക്കുലർ മെറ്റൽ വിൽ ഇറ്റ് സെൽഫ് ട്രൈ ടു ബി ഇൻ ദറ്റ് പൊസിഷൻ. അതായത് നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി കൊണ്ട് തന്നെ നമ്മൾ ആ പൊസിഷനിലേക്ക് നിലനിൽക്കാൻ ശ്രമിക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് കണ്ടീഷൻ, പ്രൈമറി സ്റ്റേജ്. So in primary stage, whatever is the energy stored inside the material, elastic region, ഇത് തന്നെ ഇതിന് ഈ കണ്ടീഷനിൽ നിലനിർത്താൻ ശ്രമിക്കും. അപ്പോൾ ഈ കണ്ടീഷനിൽ നിന്ന് തിരിച്ചു വരാൻ പോസിബിൾ ആണ്, നമുക്ക് വരാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്, പോസിബിൾ ആണ്. അപ്പം ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേജ്, പ്രൈമറി സ്റ്റേജ്. സോ പ്രൈമറി സ്റ്റേജ് ഈസ് in the elastic region itself where the material will start losing its strength, but still it is possible to get it back to the original condition. That is primary. ഇനി പ്രൈമറി കഴിഞ്ഞ് സെക്കൻഡറി സ്റ്റേജിലേക്ക് വന്നു. സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുമ്പോൾ you can say it is something like already in the plastic region. പ്ലാസ്റ്റിക് റീജിയണിലേക്ക് വന്നു. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മുന്നോട്ട് ഫർദർ ലോഡോ ടെമ്പറേച്ചർ എന്തെങ്കിലും കൂടുകയാണെങ്കിൽ ഇത് ഫെയിൽ ആവും. സോ സെക്കൻഡറി പ്രോസസ് ഓർ സെക്കൻഡറി സ്റ്റേജ് ഈസ് ദ ക്രിട്ടിക്കൽ സ്റ്റേജ് ഫോർ എ മെറ്റൽ.
ഈ സ്റ്റേജാണ് ആക്ച്വലി ഇതിൻ്റെ ലൈഫിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈഫിനെ മെയിനായിട്ട് ക്യാപ്ചർ ചെയ്യുന്ന പോയിന്റ് സെക്കൻഡറി സ്റ്റേജാണ്. ദിസ് സെക്കൻഡറി സ്റ്റേജ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്. നമ്മൾ ഏതൊക്കെ പ്രോസസ്സാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ സെക്കൻഡറി സ്റ്റേജ്. അപ്പോൾ ലൈഫ് ഓഫ് എ മെറ്റൽ when it is subjected to creep mainly depends upon the secondary stage. നമ്മൾ ഏത് പ്രോസസ്സ്, എങ്ങനെയാണ് നമ്മൾ ഈ മെറ്റലിനെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്, ഏത് പ്രോസസ്സ് വഴിയാണ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് മെയിൻലി ഓൺ ദി സെക്കൻഡറി സ്റ്റേജ്. സോ for a metal mainly it depends upon the life of the metal mainly depends upon the secondary stage. ഇത് കഴിഞ്ഞു. ഫർദർ യു ഹാവ് നോട്ട് റിമൂവ് ദി ലോഡ്, സ്റ്റിൽ അത് നിൽക്കുവാണ്. തേർഡ് ഈസ് ടെറിഷറി സ്റ്റേജ്. ഈ ടെറിഷറി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇവൻ വിട്ടു, ഇനി ഇവൻ എപ്പോൾ ഫെയിലായി എന്ന് ചോദിച്ചാൽ മതി. അപ്പം നിങ്ങൾ നോക്കുക, ടൈം കൂടുന്നതിനനുസരിച്ച് ഈവൻ if the strain doesn't increase, what happens is the material will loses its bond strength and subsequently the interatomic distance increases and the metal will fail. So 3 stages. Primary stage is exactly in the elastic region where the metal will try to be in the same condition because of its internal stored energy, whereas in the secondary stage this is already has extended the elastic region, and this stage mainly depends upon the process, heat treatment process and properties the material gained. And the third stage is an elongation or extension of secondary stage where the material is about to failure. This curve is known as creep curve. So by looking into the time and strain curve, you can predict that if a continuous load is acted on a metal, what will be the life of that material. Okay, that is what creep curve will tell you. Now if a material, now imagine that what can be done. Now I told you that the crane in metro failed, even though the capacity of the crane was much higher, it failed in a lower rate. Why it failed? Because of creep. That crane failed mainly because of the creep. ഇനി നമുക്കിതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? സിമ്പിൾ വേ. നമ്മളൊരു മെറ്റലിനെ ഇത് ചെയ്തു, നമ്മളിതിനെ കണ്ടിന്യൂസ്ലി ലോഡ് ചെയ്ത് വെച്ചേക്കുവാണ്, നമുക്ക് വേറൊരു വഴിയില്ല, ഇതിനെ നിർത്തിയേ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. After a particular time, maybe let us take it as a month, you have measured the deflection, you have measured the change in length, elongation in length you have measured, elongation or change in length you have measured. Now with respect to that, when you find there is a change in length, what is possible is remove the load for some time, use another crane, keep it for some time, then compress it, or you apply some process by which it can get back to the original length. Before placing the load, the length or the dimension was L. After placing the load, let us take it as Lx. That means there is a L minus Lx will tell you the change in length. Delta, you can say the delta L change in length. Now this change in length is to be taken care of. അത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കംപ്രസ് ചെയ്ത് കൊടുക്കുക. സോ ഈ അപ്ലൈ എ ഫോഴ്സ്, ഇത് നമ്മൾ പുള്ളി ചെയ്താൽ നേരത്തെ നിന്നിരുന്നത്, അതിന് പകരം നമ്മളിവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതിനെ കംപ്രസ് ചെയ്ത് ഗെറ്റ് ബാക്ക് ടു ദി ഒറിജിനൽ L so that you can increase the life of the material. So creep is a very slow process, mainly because of continuous or prolonged loading, and the factors mainly affects these are load, temperature, composition and grain size. And you can plot a curve, creep curve, based on the strain and time, where have 3 different stages: primary, secondary and tertiary. Primary is purely depends upon the elastic region. Secondary depends upon the different heat treatment processes involved or incorporated into the material, and tertiary stage is the stage where the material is about to fail. Ceramics are the compounds between metallic and non-metallic elements, or you can say that it is a mixture of metal and non-metal. Ceramics are generally a mixture of metallic and non-metallic elements. In the table you will find the ceramics falls between the metals and the non-metals. They are oxides, carbides and nitriles. Ceramics are generally oxides, carbides and nitrites. The best examples for ceramics are refractories, glasses, abrasives, clay, cement are the general examples for ceramics. Then the important properties which a ceramic possesses is its high hardness, very high melting point, it's brittle, and the chemical inertness. You know that the simple example, if you want to say the refractories, നമ്മൾ ചൂട് കട്ട അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ it withstand up to around
1200 degrees Celsius, which generally a other metal it is not easy to withstand up to a very high temperature. So this such materials, the refractories, even glasses, withstand up to a very high temperature. So the main properties of ceramics are its hardness, high melting point, brittleness and chemical inertness. Then the ceramic materials are characterized by, how can you identify or how can you characterize it? Ceramic materials are generally characterized by more than one bond in a single metal. So in a single metal you will find more than one bond. That is the main speciality of a ceramic. Now the crystal structures, different crystal structures in ceramic materials. There are three different crystal structures in ceramic materials. The first one is AX type, second one is AM XP type, and the third one is AM BN XP type. In AX type means the number of cations will be equal to the number of anions. That means in AX type the number of cations and number of anions will be exactly the same. Such crystal structures are known as AX type in ceramic materials. A represents the cation, X represents the anion. Example is sodium chloride. Sodium chloride is an example, best example for an AX type of ceramic. In sodium chloride, the coordination number is 6 and the ratio of anion to cation is between 0.4 and 0.7 nanometer. Now the second category is AM XP type. AM XP type means where the number of anions and number of cations will not be equal. That means M will not be equal to P. Such type of crystals are termed as, or crystal structure is termed as AM XP type. AM XP means number of anions and number of cations will not be equal. So M will not be equal to P. Such category of crystals are known as AM XP crystal structure. The example is calcium fluoride. In calcium fluoride, the coordination number is 8, whereas the radius ratio is only 0.8. Radius ratio is 0.8. Such category is known as AM XP. And the third one is AM BN XP. Now AM BN XP means A represents cation, X represents anion. It's an additional B. Now if there are two different categories, two different types of cations present in a crystal structure, that is known as AM BN XP. That means AM BN XP type of crystal structure have more than one type of cations. Example is barium titanium oxide and magnesium aluminum oxide. This is an example for AM BN XP. So three different types of crystal structures are there: AX type, AM XP type, AM BN XP type. In short, AX means the number of cations will be exactly equal to the number of anions, and AM XP type means the number of anions and cations will not be same, M will not be equal to P. AM BN XP type means there are two different types of cations present in it, namely AM and BN, and such category is known as AM BN XP type.